ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മെത്തേഡ് അയില ഫ്രൈ ആണ്. അയില നമുക്ക് എങ്ങനെ സിമ്പിൾ മെത്തേഡിൽ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തരികയാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണിത്: കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. നമുക്കതിൻ്റെ മേളിൽ ഗാർണിഷ് ചെയ്തിടാൻ വേണ്ടിയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പിലയാണ്. ഇത് കുരുമുളക് വീട്ടിലെ പൊടിച്ചതാണ്. മുളക് പൊടിയും നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ്. മുളക് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചതാണ്. മഞ്ഞൾപ്പൊടിയും വീട്ടിലെയാണ്. ഇനി ഞാൻ അയില ഇത് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഫ്രൈ ചെയ്യാൻ വിനീഗർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ നീര് ഒഴിക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് അയില അരച്ച് വരട്ടാം. ഉള്ള മുളകും കുരുമുളകും മഞ്ഞളും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അയില അരച്ച് വരട്ടാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മുളകും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് അയില അരച്ച് വരട്ടാം. ഓക്കെ, ഞാനിപ്പം ആ പ്ലേറ്റിലെടുത്തിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി അത്ര എടുത്ത് ഞങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. ഇനി നമുക്കിത് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ വിനീഗർ ഒഴിച്ചു, പുളിക്കനുസരിച്ച് ഒഴിച്ചാൽ മതി. കറിവേപ്പില നമുക്ക് മാറ്റി വെക്കാം, ലാസ്റ്റ് ഇടാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ കപ്പിൽ ഫിൽറ്റർ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചെയ്യുന്നവരുണ്ട്, അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിപ്പോൾ സിമ്പിൾ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ്, കൈ കൊണ്ടാണ് അരച്ച് പുരട്ടുന്നത്. ഒത്തിരി വെള്ളം കൂടരുത്, അരപ്പിനനുസരിച്ചുള്ള വെള്ളമേ ഒഴിക്കാവുള്ളൂ. ചിലവർ ചുമന്നുള്ളിയും ഒക്കെ അരച്ച് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന മെത്തേഡുണ്ട്. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് ഓരോ മീനിലേക്ക് ഇത് അരച്ച് പുരട്ടാം. ലാസ്റ്റായിട്ട് നമ്മളിത് അരച്ച് പുരട്ടിയതാണ്. മീനെല്ലാം അരച്ച് നല്ല മസാലയൊക്കെ പുരട്ടി വിനീഗറിൻ്റെയൊക്കെ പുളിയും ഉപ്പും എല്ലാം ഉണ്ട്, എരിവും ആവശ്യത്തിനെല്ലാം ഉണ്ട്. നല്ലതായിട്ട് അരച്ച് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ലാസ്റ്റായിട്ട് ഇനിയും എണ്ണ പാനിൽ ഞാൻ എണ്ണ ചൂടാക്കി എണ്ണയൊഴിച്ച് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.